ഒരു മൊബൈൽ ഫോണിൽ ഒരു സിനിമയുടെ തിരക്കഥ എങ്ങനെ തയ്യാറാക്കാം? നമസ്കാരം, എൻ്റെ പേര് രജീഷ് തെറ്റിയോട്. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്കറിയാം, നമ്മളൊരു ആഡ് ഫിലിമോ, ഷോർട്ട് ഫിലിമോ, ടെലിഫിലിമോ, ഡോക്യുമെൻ്ററിയോ, ഒരു നാടകമോ, സിനിമയോ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും അതിനകത്ത് തിരക്കഥയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ നട്ടെല്ലെന്ന് പറയുന്നത് തിരക്കഥയാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം തയ്യാറാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം തിരക്കഥയാണ്. നമ്മുടെ മനസ്സിലൊരു കഥയുണ്ട്. ഈ കഥയ്ക്ക് നല്ലൊരു തുടക്കവും ഒടുക്കവും ഉണ്ട്. എല്ലാവരെയും ആകർഷിപ്പിക്കുന്ന വ്യത്യസ്തമായ ഒരു പ്രമേയവുമുണ്ട്. എന്നാൽ നമുക്ക് ധൈര്യമായി തിരക്കഥ എഴുതാനായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഈ തിരക്കഥ എഴുതുമ്പോൾ സാധാരണയായി പരമ്പരാഗതമായി നമ്മൾ എഴുതുന്നത് റൈറ്റിംഗ് പേഡിൽ പേന വെച്ച് എഴുതുന്ന ഒരു രീതിയാണ് ഉള്ളത്. ഇപ്പോൾ അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലും ഒക്കെ തിരക്കഥ എഴുതാറുണ്ട്. ഈ തിരക്കഥ ഇത്തരത്തിൽ ഡിജിറ്റലായിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് അതിന് സഹായിക്കുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. സെൽടെക്സ് ഉൾപ്പെടെയുള്ള നിരവധി സോഫ്റ്റ്വെയർസ് അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷെ പല സോഫ്റ്റ്വെയർസും പെയ്ഡ് അല്ലെങ്കിൽ പലതിലും വാട്ടർമാർക്കോട് കൂടിയുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുക. നമ്മളിപ്പോൾ ഒരു കഥ കിട്ടി അതിനൊരു തിരക്കഥയാക്കാനായിട്ട് ഇരിക്കുമ്പോൾ അത് ഒറ്റ ഇരിപ്പിലൊന്നും അത് ആർക്കും തിരക്കഥയാക്കാൻ സാധിക്കില്ല. അപ്പോൾ അതിനൊരു മെത്തേഡ് ഉണ്ട്. ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വ്യത്യസ്തമായ മെത്തേഡുകൾ ഉണ്ടാവും. ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഇപ്പോൾ ഒരു കഥ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് ആദ്യം ചെയ്യുന്നത് ഈ കഥയെ ഒരു ഓൺലൈൻ സ്ക്രിപ്റ്റാക്കി മാറ്റുക എന്നുള്ളതാണ്. അതായത് ഈ കഥ എങ്ങനെയാണോ നമ്മൾ സിനിമയായി കാണാൻ ആഗ്രഹിക്കുന്നത് ഇതിനെ 1 by 1, അതായത് ഒന്നാമത്തെ സീനിൽ എന്തായിരിക്കും സംഭവിക്കുക, രണ്ടാമത്തെ സീനിൽ എന്ത് സംഭവിക്കും, മൂന്നാമത്തെ സീനിൽ എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു രീതിയിൽ ഇതിനെ നമ്മളൊരു ഓൺലൈൻ സ്ക്രിപ്റ്റാക്കി മാറ്റും. അതിനകത്ത് ഏറ്റവും ചുരുക്കം ആ സീനിൽ എന്താണ് സംഭവിക്കുന്നുള്ളത് എന്നുള്ള ഏറ്റവും ചുരുക്കം കാര്യങ്ങൾ മാത്രമാണ് ആ സീനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലും ഒരു ഓൺലൈൻ സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര സീനുകൾ ഈ സിനിമയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ ഷോർട്ട് ഫിലിമിലുണ്ടാകും, ഈ കഥ എങ്ങനെയാണ് പോകുന്നത്, ഇവിടെ എവിടെയൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്, എന്ത് വ്യത്യാസങ്ങൾ വരുത്താമെന്നുള്ളതിന് ആ കറക്ഷൻസ് എന്ത് വരുത്താമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഓൺലൈൻ സ്ക്രിപ്റ്റിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഓൺലൈൻ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഫുൾ സ്ക്രിപ്റ്റിലേക്ക് പോകുന്നത്. അത് തന്നെ ചിലപ്പോൾ ചിലർ ഡയലോഗ് ഉൾപ്പെടെ എഴുതി പോകാറുണ്ട്. ചിലർ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയതിന് ശേഷം ഡയലോഗ് അടുത്തൊരു സ്റ്റേജിൽ എഴുതാനായിട്ട് മാറ്റിവെക്കാറുണ്ട്. അതുപോലെ നമ്മൾ തിരക്കഥ എഴുതാനിരിക്കുന്ന സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലർക്ക് ഒറ്റയ്ക്ക് ഇരുന്നാലായിരിക്കും എഴുതാൻ പറ്റുന്നത്, ചിലർക്ക് യാത്ര ചെയ്യുമ്പോഴായിരിക്കും എഴുതാൻ പറ്റുന്നത്. ഞാൻ കേട്ടിട്ടുള്ളത് പല പ്രശസ്തരായ പഴയ സംവിധായകരൊക്കെ ബാത്റൂമിലിരുന്ന് എഴുതിയിട്ടുണ്ട്. അതായത് എവിടെയാണോ നമുക്ക് ഒരു ശാന്തത അല്ലെങ്കിൽ സ്വസ്ഥമായി ചിന്തിക്കാൻ പറ്റുന്നത് അവിടെയൊക്കെ ഇരുന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിൽ നല്ലൊരു ഐഡിയ കിട്ടുന്ന സമയത്ത് ചിലപ്പോൾ റൈറ്റിംഗ് പേഡോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. ആ സമയത്ത് നമ്മുടെ കയ്യിലുണ്ടാകുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിൽ നമുക്ക് എങ്ങനെ ഒരു പ്രൊഫഷണലായ സ്ക്രിപ്റ്റ് തയ്യാറാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചുരുക്കം സ്റ്റെപ്പുകളിലൂടെ ഞാൻ പറയാം. നമ്മൾ മൊബൈൽ ഫോണിൽ തിരക്കഥ തയ്യാറാക്കുന്ന സമയത്ത് അതിന് സഹായിക്കുന്ന നിരവധി ആപ്പുകളുണ്ട്. ഫൈനൽ ഡ്രാഫ്റ്റ്, സെൽടെക്സ് പോലുള്ള ആപ്പുകൾ. പക്ഷേ ഇതൊക്കെ തന്നെ പലതും പെയ്ഡ് ആപ്പുകളായിരിക്കും. അതല്ലെങ്കിൽ തന്നെയും പല ആപ്പുകളിലും വാട്ടർമാർക്ക് കൂടിയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. മൊബൈലിൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിൽ നിന്ന് നമ്മുടെ ഗൂഗിളിൽ തന്നെയുള്ള ഗൂഗിൾ ഡ്രൈവിനകത്തുള്ള ഗൂഗിൾ ഡോക്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ ഉപയോഗിച്ച സോഫ്റ്റ്വെയർ എനിക്ക് വളരെ കംഫർട്ടായിട്ട് തോന്നിയതും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയ ഒരു ആപ്പാണ് ഈ ഗൂഗിൾ ഡോക്സ്. അതിന് കാരണം നമ്മൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത് 2 തരം ഫോർമാറ്റുകളിലാണ്. ഒരു ഇൻ്റർനാഷണൽ ഫോർമാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു 2 കോളം ഫോർമാറ്റ് ഉണ്ട്. ഈ ഇൻ്റർനാഷണൽ ഫോർമാറ്റ് നമ്മൾ ഇംഗ്ലീഷ് സിനിമകളും എല്ലാ അന്താരാഷ്ട്ര സിനിമകളും ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഫോർമാറ്റാണ്. അതായത് ഒരു ഡിസ്ക്രിപ്ഷൻ, അതിന് താഴെ ഡയലോഗ്, ആ രീതിയിൽ നമ്മൾ എഴുതി പോകുന്ന ഒരു ഫോർമാറ്റ്. നമ്മുടെ സാധാരണ മലയാള സിനിമയിലും നമ്മുടെ ഇന്ത്യൻ സിനിമയിലേക്ക് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് 2 കോളം ഫോർമാറ്റാണ്. അതായത് ഒരു ഭാഗത്ത് സ്ക്രിപ്റ്റിൻ്റെ ഒരു ഭാഗത്ത് ഡിസ്ക്രിപ്ഷൻസും മറുഭാഗത്ത് ഡയലോഗുകളും എഴുതി പോകുന്ന ഒരു 2 കോളം ഫോർമാറ്റ്. ഈ 2 ഫോർമാറ്റിലേക്കും ഈസി ആയിട്ട് നമുക്ക് ഈ ഗൂഗിൾ ഡോക്സ് ഉപയോഗിച്ച് തിരക്കഥ തയ്യാറാക്കാൻ സാധിക്കും. ഞാൻ സാധാരണ ഇൻ്റർനാഷണൽ ഫോർമാറ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഗൂഗിൾ ഡോക്സ് ഓപ്പൺ ചെയ്യേണ്ടത്, അവിടെ മലയാളത്തിൽ എങ്ങനെയാണ് നമുക്ക് ഇത് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിവിടെ കാണിച്ചു തരാം. സാധാരണ നമ്മൾ ഗൂഗിൾ അക്കൗണ്ടിലോട്ട് നമ്മൾ നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡൊക്കെ വെച്ച് ലോഗിൻ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ ലോഗിൻ ആയ ഒരു അക്കൗണ്ടിൽ നിന്ന് ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഗൂഗിൾ ഡോക്സ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യുക. ഈ ഗൂഗിൾ ഡോക്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഹോം പേജ്, അതിൻ്റെ ഒരു ഹോം പേജ് നമുക്ക് തുറന്നു വരുന്നത് കാണാം. അതിൽ നിന്ന് ബ്ലാങ്ക് ഡോക്യുമെൻ്റ്, ഏറ്റവും മുകളിലായിട്ട് ഒരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്നൊരു ഭാഗം ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക്
ഗൂഗിൾ ഡോക്സിൻ്റെ ഒരു പേജ്, നമ്മുടെ വേഡ് ഫയലൊക്കെ പോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മംഗ്ലീഷായിട്ട് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മൾ അതിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മംഗ്ലീഷായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് കണക്ക് തന്നെ നമുക്ക് ഈ പേജിൽ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് മംഗ്ലീഷായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മലയാളത്തിലേക്ക് വരും. നമുക്ക് ആവശ്യമുള്ള സ്ക്രിപ്റ്റൊക്കെ മലയാളത്തിൽ അത്തരത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാനും ഓപ്പൺ ചെയ്ത് അതിൽ കൂടുതലായിട്ട് ഒരു സീൻസ് നമുക്ക് ആഡ് ചെയ്യാനും അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാനും എന്നിനുള്ള സംവിധാനങ്ങൾ നമുക്ക് പറ്റും. ഇത് പൂർണ്ണമായും സേഫ് ആൻഡ് സെക്യൂർഡ് ആയിരിക്കും എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പണ്ടൊക്കെ ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് പേപ്പറിലൊക്കെ ഒത്തിരി എഴുതി ഇത് ഇങ്ങനെ കൂട്ടി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇത് ക്രമേണ ഈ പേപ്പറിലൊക്കെ നമ്മൾ എഴുതി വയ്ക്കുന്ന ഫയലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഈ ഗൂഗിൾ ഡ്രൈവിലൊക്കെ നമ്മൾ എഴുതുന്നതിൻ്റെ ഒരു ഗുണം ഇതാണ്, ഇത് എത്ര കാലം കഴിഞ്ഞാലും ഇത് അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കി വെച്ചിട്ട് നമ്മളിപ്പോഴും ആ വർക്ക് ചെയ്യുന്നില്ല, കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അതൊക്കെ ചെയ്യുന്നത്. ആ സമയത്തും ഇതൊക്കെ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഈ തിരക്കഥ എഴുതുന്നവർക്ക് പൊതുവായിട്ടുള്ള ഒരു സംശയമാണ്, നമ്മളിത് തിരക്കഥ എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ട കാര്യം, ഇത് നമ്മൾ എഴുതി കഴിഞ്ഞതിന് ശേഷം എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, നമ്മളിത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ കഥ മോഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഇതിൻ്റെ കോപ്പിറൈറ്റ് നമുക്ക് എങ്ങനെ കിട്ടും? അപ്പോൾ അതിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, ഞങ്ങളൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം അത് ഞങ്ങളുടെ തന്നെ മെയിലിലേക്ക് അത് അയച്ചിടും. അതായത് ഒരു ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ചെയ്തിടും. അതൊരു ഡിജിറ്റൽ എവിഡൻസ് ആണ്. നമ്മൾ എത്ര കാലം കഴിഞ്ഞിരുന്നാലും നമ്മളെ മെയിലിലേക്ക് നമ്മൾ അയച്ചിട്ടൊരു ഡോക്യുമെന്റ് നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അതൊരു ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ അതാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഈ കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ്. സുഹൃത്തുക്കളെ, ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഇത് തുടക്കക്കാർക്ക് വേണ്ടി ഉള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മെത്തേഡിനെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. പ്രൊഫഷണലായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് മറ്റു പല മെത്തേഡുകൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്, മറ്റു പല ആപ്പുകൾ സോഫ്റ്റ്വെയർ ഒക്കെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്നാലും നമ്മളൊരു ഹാൻഡ് ഹെൽഡ്, അതായത് മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇത്തരത്തിൽ മനസ്സിൽ തോന്നുന്ന ഒരു ആശയം കുറിച്ചിടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗം ആയിട്ട്, അത് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗൂഗിൾ ഡോക്സ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ തിരക്കഥ രചനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞത്. അത് നമ്മുടെ മൊബൈൽ ഫോണിൽ എങ്ങനെ തിരക്കഥ തയ്യാറാക്കാനുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.